ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ മുഫീദ എന്നാണ് പേര്, പട്ടാമ്പിയിലാണ് താമസം. അപ്പോൾ അവിടെ നിന്ന് കുറേ ദിവസം കൊണ്ട് എന്നെ വിളിക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങാനായിട്ടൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കാനായിട്ട് ചെറിയൊരു ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഫുള്ള് ബിസി ആയതുകൊണ്ട് ഞാൻ ഒഴിവുള്ളൊരു ദിവസം നോക്കി പറഞ്ഞു. അങ്ങനെ അവർ പാലക്കാട് വന്നു കേട്ടോ. അപ്പോൾ സീലിംഗ് മെഷീനും ത്രാസൊക്കെ മേടിക്കാനായിട്ട് മിനാർ സ്കെയിൽസിലാണ് വന്നിരിക്കുന്നത്. ഈ മിനാർ സ്കെയിൽ മേലാമുറി മാർക്കറ്റിനകത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് മിനാർ സ്കെയിലിൻ്റെ ഷോപ്പ് വരുന്നത്. വർഷങ്ങൾ പഴക്കമുള്ളൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ ഈ മിനാർ സ്കെയിൽ. 350 രൂപയുടെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ത്രാസ്, അതിന് മുകളിൽ വരുന്ന എല്ലാ ടൈപ്പ് ത്രാസുകളും, അതുപോലെ ഒട്ടിക്കുന്ന സീലിംഗ് മെഷീൻ, ബോഡി വെയ്റ്റ് നോക്കുന്ന മെഷീൻ, എല്ലാ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തത് ചെറിയൊരു ത്രാസാണ്, 350 രൂപയുടെ ബാറ്ററി വർക്ക് ചെയ്യുന്നത്, അതുപോലെ 8 ഇഞ്ചിൻ്റെ ഒരു സീലിംഗ് മെഷീനും. അപ്പോൾ എല്ലാം അവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കിട്ടോ. അങ്ങനെ അവിടെ നിന്ന് നേരെ വന്നത് ബാലാജിയിലാണ് നമുക്ക് കവറൊക്കെ കിട്ടുന്നത്. അപ്പോൾ ബാലാജിയിൽ നിന്ന് കവറും സ്റ്റാപ്ലർ, പിന്ന്, നൂല് ഇതെല്ലാം എടുത്തായിരുന്നു. അപ്പോൾ 5x5 കവറും 4x4 കവറും രണ്ടും ഓരോ കിലോ വെച്ചാണ് എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പേപ്പർ ഹൗസിലാണ് വന്നത്. ഈ പേപ്പർ ഹൗസിൻ്റെ ലൊക്കേഷൻ മേട്ടുപ്പാളയം സ്ട്രീറ്റാണ്. അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ ബോർഡ് എടുത്തു. ഡ്യൂപ്ലക്സ് ബോർഡ് എന്നാണ് ബോർഡിൻ്റെ പേര്. അതുമാത്രമല്ല എല്ലാ തരത്തിലുള്ള പേപ്പറുകളും ഇവിടെ ലഭ്യമാണ് കേട്ടോ. ഓഫീസ് യൂസിലേക്ക് വരുന്ന ചലാൻ പേപ്പറുകളും അതുപോലെ ബൈൻഡ് ചെയ്യുന്ന അതിന് വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും ഈ പേപ്പർ ഹൗസിൽ ലഭ്യമാണ്. നിൽക്കുന്നതാണ് പട്ടാമ്പിയിൽ നിന്നും വന്ന മുഫീദ. അപ്പോൾ മുഫീദക്ക് 5 മക്കളാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് മക്കളെയൊക്കെ വളർത്തുക എന്ന് പറയുമ്പം അതും 5 മക്കളെയൊക്കെ വളർത്താൻ പഠനത്തിനും ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ വരുന്നൊരു സമയമാണ്. അപ്പം എന്നെക്കൊണ്ട് കഴിയുന്നൊരു സഹായം കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തു. അപ്പം മുഫീദ ലൈസൻസിനൊക്കെ കൊടുത്തിട്ടുണ്ട്, ലൈസൻസ് കിട്ടിയിട്ടില്ല. അപ്പോഴത്തേനും ഇവിടെ വന്ന് സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെക്കാനുള്ളൊരു തീരുമാനമാണ്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരുവിധം മേടിച്ച് ഞങ്ങൾ നേരെ പാലക്കാടൻ ചിപ്സിൽ വന്നു കേട്ടോ. സ്നാക്സ് എല്ലാം ഇവിടെ നിന്നാണ് എടുക്കുന്നത്. പാലക്കാടൻ ചിപ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇൻഷാല്ലാ ചെയ്യുന്നുണ്ട്, ടൈം കിട്ടാത്തതുകൊണ്ടാണ്. ഇതും ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പാണ്. ഇവിടെ നിന്നാണ് നമ്മൾ പരിപ്പ്, പച്ചപ്പട്ടാണി, കടല ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കച്ചവടക്കാർ, ലൈൻ സപ്ലൈക്കാരും എല്ലാം ഇവിടെ നിന്നാണ് ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ മുഫീദയ്ക്ക് വേണ്ടി കുറച്ച് പാക്ക് ചെയ്യാനുള്ള സ്നാക്സൊക്കെ ഇവിടെ നിന്ന് എടുത്തു കേട്ടോ. അതും ആയിട്ട് ഞങ്ങൾ നേരെ മേലാമുറി ജംഗ്ഷനിലൊരു ഷോപ്പുണ്ട്, ഫാൻസി കടയാണ്. അപ്പോൾ അതൊരു യൂട്യൂബറാണ്. മുഫീദാൻ്റെ ഒരു മോനും കൂടെ വന്നായിരുന്നു. അപ്പോൾ ആ മോനെ ഈ ഷോപ്പിൽ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ പർച്ചേസിങ്ങിന് പോയത്. അപ്പോൾ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നൊക്കെ ബാഗിലാക്കി ഒതുക്കി വെച്ചു. അങ്ങനെ ഞാൻ അവരെ ബസ്സൊക്കെ കയറ്റി വിട്ടിട്ടാണ് വീട്ടിലേക്ക് വന്നത്. എന്തായാലും മുഫീദ തുടങ്ങാൻ പോകുന്ന ഈ സംരംഭത്തെ അള്ളാഹു ബർക്കത്താക്കി കൊടുക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്.